ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിന് നമ്മൾ 4 ടീസ്പൂൺ മുളകും പൊടി ഇട്ടു, അതേപോലെ തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ കുരുമുളകും പൊടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടോ. ഞാനിതൊക്കെ ഇടുന്നത് 3 കിലോ ചിക്കൻക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന എത്ര ചിക്കനാണോ അതിനനുസരിച്ച് ഇത് കൂട്ടും കുറക്കലും ചെയ്യൽ നിർബന്ധമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇടുന്നത് പച്ച മല്ലിയും വലിയ ജീരകം പൊടിച്ചത് ഒരു 1.5 ടീസ്പൂൺ ഇട്ടോ. മസ്റ്റാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടി ഇട്ടു കേട്ടോ. പിന്നെ നമുക്കിതിക്ക് 2 മുട്ട ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മുട്ട ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ടൈമിൽ നമുക്ക് ചിക്കൻ്റെ കളർ യൂസ് ചെയ്യണവർക്ക് കളർ ഇടാം കേട്ടോ. ഞാൻ ഇടണില്ല, കാരണം ഞാൻ പിരിയൻ മുളക് ഉപയോഗിച്ച മുളകും പൊടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കളർ യൂസ് ചെയ്യണില്ല. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വെച്ചത് കുറച്ച് വെളിച്ചെണ്ണ, അതേപോലെ കുറച്ച് വിനാഗിരി, അതേപോലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീരുമാണ് കേട്ടോ യൂസ് ചെയ്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പുണ്ടൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ചിക്കൻ പുരട്ടിയിട്ട് 1 മണിക്കൂർ നിർബന്ധമാണ് വെക്കാൻ. അത് കുറഞ്ഞ ടൈമാട്ടോ, അതിനേക്കാളും വെച്ചാൽ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടാൻ മറന്നതാണ്, നിങ്ങൾ നേരത്തെ ഇടണം. ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഒരു പകുതി വേവിലാണ് വേവിച്ചെടുക്കേണ്ടത് ആദ്യം കേട്ടോ. അതിനുശേഷം നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ മസ്റ്റാണ്. അത് ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 20 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. ചെറിയ ഉള്ളി നിർബന്ധമാണ്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ വലിയുള്ളി ഒരു മീഡിയം ആണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 മതിയേ. നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഇത് ഞാനിട്ട് ചില്ലി ഫ്ലെക്സ് അതൊരു 4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് ഇതുപോലെ ചെയ്യണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിനും പേസ്റ്റ് കുറച്ച് നിങ്ങൾ കണ്ടില്ല, എത്ര മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മതി തീക്ക് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് അടിപൊളി കൊണ്ടാട്ടം റെഡി ആക്കിയിട്ട് ഇതിക്ക് നമുക്കിപ്പോൾ ഗ്രേവി ആവശ്യമുള്ളവർക്ക്, അതായത് നമുക്ക് ചപ്പാത്തിക്കും ഇതിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം കൂടി യൂസ് ചെയ്താൽ കുറച്ചൊരു ഗ്രേവിയിൽ നിൽക്കും. ഞാനിത് ബിരിയാണിക്കാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഇത്ര ഡ്രൈ ആയി നിൽക്കണം, അതുകൊണ്ടാട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബൈ.